إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്പുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും ഏത് സമയത്തും വെച്ച് പുലർത്തണമെന്നും ഉണർത്തുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ്, ഹിജ്റ പോയ മാസമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മാസമാണ്. യഥാർത്ഥ റബീഉൽ അവ്വൽ എന്ന് കേൾക്കുമ്പോൾ സഹാബികൾക്ക് ഓർമ്മ വന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന രീതിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ നൽകിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തിക്കാഫിരുന്നത് 20 ദിവസമാണ്. സാധാരണഗതിയിലേക്കാളും അധികമുള്ള ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അവസാന മാസം റമദാൻ മാസം എഴുത്തിക്കാഫിരുന്നത്. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വിദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംബന്ധമായി കുറച്ച് പ്രകടമായ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ. അല്ലാഹു തന്നെയാണ് സത്യം, എനിക്കറിയില്ല ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇതേ സ്ഥലത്ത് ഇതേപോലുള്ള അവസ്ഥയിൽ വീണ്ടും നിങ്ങളെ കാണാൻ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഹജ്ജ് വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നുണ്ട്, ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ജംറയിലേക്ക് നോക്കി, അല്ലെങ്കിൽ ജംറയിലേക്ക് കല്ലെറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖുദൂ മനാസികക്കും, ഖുദൂ മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് കർമ്മങ്ങൾ എടുക്കണം. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജ ബഅദ ആമി ഹാദാ. എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഞാൻ ചിലപ്പോൾ ഹജ്ജ് ചെയ്തേക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ കർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് ഒരു ഹജ്ജിനെ ഞാൻ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഹിജ്റ 11 സഫർ 29 യഥാർത്ഥത്തിൽ ഒരു ജനാസ കർമ്മങ്ങൾ കഴിഞ്ഞ് ബഖീയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദനയുണ്ടാകുന്നത്. അതാണ് മരണകാരണമായ രോഗത്തിന്റെ തുടക്കം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. രോഗിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 ദിവസം
ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹുവിന്റെ വീട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അയിന അനൽ യൗം, ഞാൻ എവിടെയാണ്? അയിന അന ഗദൻ, ഞാൻ നാളെ എവിടെയായിരിക്കും? ഉദ്ദേശിക്കുന്നത് ആയിഷ റളിയല്ലാഹുവിന്റെ വീടായിരുന്നു. ഫദ്ൽ ഇബ്നു അബ്ബാസും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുമാ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഊഴമെത്തിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന് നീങ്ങുന്നുണ്ട്. നടക്കാൻ പറ്റിയില്ല. രണ്ട് സഹാബികളുടെ തോളിൽ കൈയിട്ട് ആഞ്ഞ് വലിച്ച് അവരിങ്ങനെ കൊണ്ടുപോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശക്തമായ വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് തലയിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവശത കാരണം രണ്ടു കാലും വലിച്ചടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത്. ആയിഷ റളിയല്ലാഹു അൻഹ മുഅവ്വിദാത്ത് ഓതി, സൂറത്തുകൾ ഓതി തടവിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ തന്നെ ഊതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തടവിക്കൊടുത്തത്. അഞ്ചാമത്തെ ദിവസം മരിക്കുന്നതിന്റെ മുമ്പ് ബുധനാഴ്ചയായിരുന്നു. തലക്കും വയറിനും വേദന കൂടി. തലയ്ക്ക് മീതെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ സഹാബികളുടെ സഹായത്താൽ പള്ളിയിലേക്ക് പോയി. മിമ്പറിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുകയുണ്ടായി. ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാഷാ വബൈന ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. ഒരടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ സൗന്ദര്യങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് ഇഷ്ടാനുസൃതം നൽകുന്നതിന് സ്വാതന്ത്ര്യം നൽകി. അല്ലെങ്കിൽ ഒരടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്വാതന്ത്ര്യം നൽകി. ആ അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ അടുക്കലുള്ള അവന്റെ അവകാശങ്ങളായിരുന്നു. അത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാര്യം ഗ്രഹിച്ചു. അദ്ദേഹം കരയാൻ തുടങ്ങി. അബൂബക്കർ കരഞ്ഞു, അകമഴിഞ്ഞ് കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മാതാക്കാരും താങ്കൾക്ക് പിണ്ടമാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ഇന്ന മിൻ അമന്നിന്നാസി അലിയ ഫീ സഹബതി വമാലി അബൂബക്കർ. അതേ ജനങ്ങളിൽ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഞാനുമായി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ ആൾ അത് അബൂബക്കറാണ്. എനിക്ക് എന്റെ സമുദായത്തിൽ നിന്ന് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഞാനത് അബൂബക്കറിനായിരിക്കും തിരഞ്ഞെടുക്കുക. ഇസ്ലാം ഇസ്ലാമിൽ പക്ഷേ സൗഹൃദമാണുള്ളത്. അബൂബക്കറിന്റെ വാതിലൊഴികെ മസ്ജിദിലുള്ള എല്ലാ വാതിലുകളും അടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നുണ്ട്. അന്ന് നിർദ്ദേശം നൽകിയ ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഖറത്തി ദുനിയ. ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അത് സഖറത്തു ദുനിയാണ്. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വമാ സഖറത്തു ദുനിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ് ഈ സഖറത്തു ദുനിയ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബറകാത്തുൽ അർദ്. അതേ ബറകാത്തുൽ അർദ്, ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളാണ്. ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ, അതാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കാര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മരണമാസന്നമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉപദേശങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ലഅനത്തുല്ലാഹി അലൽ യഹൂദ വൻ നസാറ, ജൂതന്മാരെയും നസ്രാക്കളെയും അല്ലാഹു ശപിക്കട്ടെ. ശപിച്ചിരിക്കുന്നു. തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അതേ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ അവർ മസ്ജിദുകളാക്കി കളഞ്ഞു, ആരാധന സ്ഥലങ്ങളാക്കി കളഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. അല്ലാഹു എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റല്ലേ. അതേ അല്ലാഹുവിനുള്ള കോപം ആസന്നമായി, അതികഠിനമായി. അമ്പ്യാക്കന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കിയവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം അനിവാര്യമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലെ വസിയത്തുകളാണ് ഇതൊക്കെ. ഈ വസിയത്തുകൾ പുലർത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കാൻ വേണ്ടി പറ്റില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ്
അതുപോലെ ദുനിയാവിന്റെ ആധിക്യത്തിൽ മതിമറന്ന് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ. ഈ മുന്നറിയിപ്പുകളിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. 4-ാം ദിവസം വന്നു, അതൊരു വ്യാഴാഴ്ചയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പല ഉപദേശങ്ങളും വന്നു. ജസീറത്തുൽ അറബ് മുസ്ലിങ്ങളുടെ മാത്രമാക്കണം, ഒഴിഞ്ഞു പോകാത്ത മുശ്രിക്കുകളെ നിർബന്ധിച്ച് പുറത്തു കടക്കാനുള്ള അനുമതി നൽകണം. ഏതവസ്ഥയിലും നിസ്കാരം ഉപേക്ഷിക്കാൻ വേണ്ടി പാടുള്ളതല്ല. അന്ന് രോഗം മൂർച്ഛിച്ചിട്ടും ആ 4 നേരം ജമാഅത്ത് നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുകയാണ്. വ്യാഴാഴ്ച, അടുത്ത തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. ഇശാ സമയമായപ്പോൾ രോഗം കുറച്ചും കൂടി മൂർച്ഛിച്ചു, ബോധം മറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. വെള്ളം തെളിക്കാൻ വേണ്ടി പറഞ്ഞു, വെള്ളം തെളിച്ചു. പള്ളിയിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ ആ ആഗ്രഹം ഉണ്ടായെങ്കിലും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചുവോ? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? കുല്ലാം, നാം മറുപടി പറഞ്ഞു, ലാ ഹും യന്തദിറൂനക, ഹും യന്തദിറൂനക, അതെ, അവർ താങ്കളെ വെയിറ്റ് ചെയ്യുകയാണ്, അവർ താങ്കളെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നീടുള്ള നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ശനിയാഴ്ച വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം എഴുന്നേറ്റ് നിൽക്കാത്ത, കഴിയാൻ പറ്റാത്ത അവസ്ഥയിലായി. ളുഹറിന്റെ സമയത്ത് അല്പം ആശ്വാസം ലഭിച്ചപ്പോ അലിയുടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെയും തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പോൾ പള്ളിയിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കണ്ടപ്പോൾ മാറി നിൽക്കാൻ വേണ്ടി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു, അവിടുത്തെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടതുവശത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. റസൂൽ നിസ്കരിച്ചു. ആ നിസ്കാരത്തെ അബൂബക്കർ തുടർന്നു. അബൂബക്കറിന്റെ നിസ്കാരത്തെ മറ്റുള്ള സ്വഹാബികൾ തുടർന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടായി. മരണത്തിന്റെ തലേ ദിവസം വന്നു, ഞായറാഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മോചിപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന 7 ദിനാർ ഉണ്ടായിരുന്നു, അത് ദാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദാനം ചെയ്തു. വാൾ അത് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറഞ്ഞു, അതങ്ങനെ ദാനം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്തോ പന്തി തോന്നി. അവർ അയൽവാസികളിൽ നിന്ന് കുറച്ച് എണ്ണ കത്തിക്കാനുള്ള എണ്ണ വായ്പ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു. മരണ ദിവസം വന്നു, തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വിധി മാറ്റി, കർട്ടൻ മാറ്റി. സഹാബികൾ ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചു. സഹാബികൾ നിസ്കാരത്തിന്റെ വക്കീലായിരുന്നു. അവർക്ക് എന്തോ നമ്മുടെ നിസ്കാരത്തെ എന്തോ കുഴപ്പത്തിലാക്കുമോ എന്നവർ ഭയപ്പെട്ടു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരികയാണ്. അത്രയധികം സന്തോഷമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ നോക്കി പുഞ്ചിരിക്കാൻ കർട്ടൻ നീക്കി പുഞ്ചിരിക്കുകയാണ്. സഹാബികളിൽ ഒരു ജിജ്ഞാസ, വളരെയധികം ആഗ്രഹമുണ്ടായി, റസൂൽ ഇപ്പോൾ കടന്നു വന്നേക്കുമോ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ മാറ്റി, കർട്ടൻ അവിടെ മൂടുകയാണ് ചെയ്തത്. സഹോദരന്മാരെ, അന്നേത്തെ നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. ദുഹാ സമയം വന്നു, തിങ്കളാഴ്ച. വേദനയുള്ള ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ 2 വട്ടം അടുത്തേക്ക് വിളിച്ച് എന്തോ സ്വകാര്യം പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറയുന്നുണ്ട്, ഖുബില ഫീഹി ഫസറഹാ ബിശൈഇൻ, അതെ, ഫബക്കത്ത്, ഞാൻ ഇന്ന് വഫാത്താകും, എൻ്റെ ഫാത്തിമ ഇന്ന് വഫാത്താകാൻ വേണ്ടി പോവുകയാണ്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫാത്തിമ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വീണ്ടും അവരെ വിളിച്ചു. ഫസറഹാ ബിശൈഇൻ ഫളഹിക്കത്, ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പൊ അവര് ചിരിച്ചു. ഫസഅൽനാൻ സാലിക ഫഖാലത്ത് സാറനി അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു യുഖബല ഫീ വജ്ഇ അല്ലദീ തുവഫിയ ഫീ ഫബകൈതു സുമ്മ സാറനി ഫഅഖ്ബറനി അന്നി അവ്വലു അഖ്ലി യത്മഉ ഫളഹിഖ്തു. അതെ, രണ്ടാമത് കൊടുത്തത്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ പോയിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഏറ്റവും അധികം വേഗത്തിൽ അടുത്ത് ചെല്ലുന്നത് അത് നീയായിരിക്കും യാ ഫാത്തിമ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയുണ്ടായി. മറ്റൊരു ഉപദേശം കൂടി നൽകി. യാ ഫാത്തിമ, ഏ ഫാത്തിമ, അലാ തർലൈന അൻ തകൂനി സയ്യിദത്തുൻ നിസാഇൽ മുഅ്മിനീൻ, നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണ്ടേ? വിശ്വാസികളുടെ നേതാവ്, അതിനുള്ള ഭാഗ്യം, മഹാഭാഗ്യം, അനുഗ്രഹം അത് നിനക്കായിരിക്കും. ഔ സയ്യിദത്തുൻ നിസാഇ ഹാദിഹിൽ ഉമ്മ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ സയ്യിദത്ത് നേതാവ്, സ്ത്രീകളുടെ നേതാവ് അത് നീയായിരിക്കുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഹസൻ, ഹുസൈൻ ഭാര്യമാർ എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു. ജനങ്ങളോട് പൊതുവായിട്ട് ചെയ്ത വസിയത്ത് എന്ന് പറഞ്ഞാൽ
അസ്സലാത്തു വമാ മലക്കത്ത് ഐമാനുക്കും. നിസ്കാരം അത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. നിസ്കാരം സൂക്ഷിക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയതിനെയും നിങ്ങൾ സൂക്ഷിക്കണം. അടിമകളെ സൂക്ഷിക്കണം. സഹോദരന്മാരെ, അവസാന നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നതിനെ കുറിച്ചാണ്, നിസ്കാരത്തെ കുറിച്ചാണ്. ലോകം മൂർച്ഛിച്ച അവസാന നാളുകളിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി. നമുക്കാകട്ടെ എന്തെങ്കിലും രോഗമുണ്ടായാൽ നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. ഏതെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ മതി, കയ്യിൽ അത് നജസ് ഉണ്ടാകും, അവിടെ നജസ് ഉണ്ടാവും, ഇവിടെ നജസ് ഉണ്ടാവും, അവിടെ രക്തമുണ്ടാവും. എങ്ങനെയാണ് നിസ്കരിക്കുക? നമ്മൾ ഒഴിവുകിഴിവിന്റെ പിന്നാലെയാണ്. പള്ളിയിൽ പോകുന്നവർ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് ജമാഅത്തിന് പോവുക? അതിന്റെ പിന്നാലായിരിക്കും നമ്മൾ. എന്നാൽ അവസാന സമയം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം എന്ന് പറയുന്നത്, യാ ജനങ്ങളെ, നിസ്കാരം സൂക്ഷിക്കുക, നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയതിനെ സൂക്ഷിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, യാ ആയിഷ, മാദാ ലാജിദു അലമത്വാമില്ലദി അകൽതു ബിഖൈബരി ബാദ ആബാന വജദതു ഇന്തിഖാഹ ഹബരി മിൻ സാലിക സുമ്മ. അതേ, ആ ഖൈബറിൽ വെച്ച് ജൂത സ്ത്രീ നൽകിയ വിഷമുണ്ടല്ലോ, ആ വിഷത്തിന്റെ വേദന എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ആയിഷ, അല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ശരീരം അവിടെയും ഇടയ്ക്ക് വേലിച്ച് മുറുക്കുന്നുണ്ട്, എന്തെല്ലാം അസ്വസ്ഥതകൾ എനിക്ക് തീണ്ടുന്നുണ്ട് യാ ആയിഷ എന്ന് പറയുകയുണ്ട്. അത് കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ പിതാവിന് എന്തൊരു പ്രശ്നമാണ്, എന്തൊരു പ്രയാസമാണ്, എന്തൊക്കെ അസ്വസ്ഥതകളാണ് അദ്ദേഹം അനുഭവിക്കുക, എത്രമാത്രം വേദനകളാണ് അദ്ദേഹം തീണ്ടുന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിലപിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈ അബീകി കർബുൻ ബഅദൽ യൗം, ഇന്നത്തെ ദിവസം യാ ഫാത്തിമ, നിന്റെ പിതാവിന് വേദന ഉണ്ടാവുകയില്ല. ഈ സെക്കൻഡുകൾ കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിന്റെ പിതാവിന് ഒരിക്കലും വേദനകൾ അനുഭവിക്കേണ്ടി വരികയില്ല യാ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചതായി കാണാൻ വേണ്ടി സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തൂഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. വഫീ നൗബത്തി, എൻ്റെ ഊഴസമയമത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. വബൈന സഹരി വനഹരി വജഅമ ബൈന വജഅമ അല്ലാഹു ബൈന രീകി വരീകിഹി. അതെ, എന്റെയും എൻ്റെ നെഞ്ചിന്റെയും എൻ്റെ മാറിന്റെയും ഇടയിൽ തലവെച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്റെയും അദ്ദേഹത്തിന്റെയും ഉമിനീര് ഒന്നിച്ച് കൂടിക്കലരുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു. ആ മിസ്വാക്ക് വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം പല്ല് കൊണ്ട് ചവച്ചരച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഒരിക്കലും ചെയ്യാത്ത രൂപത്തിൽ പല്ല് വൃത്തിയാക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാന ശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്രാത്ത്. മരണവേദന അസഹ്യമാണ്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തുകയും ആ കൈ സ്വാഭാവികമായി ശേഷം ആ ഉയർത്തിയ കൈ സ്വാഭാവികമായി താഴേക്ക് താഴ്ന്നു പോവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയില്ല. സഹാബികൾക്ക് അവർ കരച്ചിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു, വളരെയധികം വിഷമത്തിലായിരുന്നു. അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന, അജ്ഞതകളിൽ നിന്ന് അറിവിന്റെ തിജ്വാലകളിലേക്ക് കൊണ്ടുവന്ന, അടിമത്തങ്ങളിൽ നിന്ന് മോചനത്തിലേക്ക് കൊണ്ടുവന്ന, ഒരു വെളിയുമില്ലാതിരുന്ന സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ഉത്തുംഗതയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, എല്ലാതര പോരായ്മകളിൽ നിന്നും ഇസ്ലാമികമായ വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത, സകലവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിശ്വാസത്തിന്റെ നേർക്കുനേരെയുള്ള തെളിഞ്ഞമാർന്ന സൂര്യപ്രകാശം എത്തിച്ചു കൊടുത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് മരണപ്പെട്ടു എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞവന്റെ കയ്യും കാലും ഞാൻ വിച്ഛേദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വാളൂരി നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒട്ടകപ്പുറത്ത് ഇറങ്ങി
നേരെ പള്ളിയിലൂടെ ആയിഷയുടെ വീട്ടിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നിന്ന് തുണിയെടുത്ത് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിളിൽ ചുംബിച്ചു, എന്നിട്ട് കരഞ്ഞു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയം മുഹമ്മദ് മരണപ്പെട്ടു പോയി. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്നു, അവനിക്ക് ഒരിക്കലും മരണം ബാധിക്കുകയില്ല. എന്നിട്ട് സൂറത്ത് ആൽ ഇംറാൻ ആയത്ത് ഓതി, വമാ മുഹമ്മദൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലി റസൂൽ. മുഹമ്മദ് നബി പ്രവാചകനാണ്, അദ്ദേഹത്തിന് മുമ്പ് ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് നബി മരിച്ചു പോവുകയോ കൊല്ലപ്പെട്ടു പോവുകയോ ചെയ്താൽ നിങ്ങൾ പിറകോട്ട് തിരിച്ചു പോവുകയാണോ? നിങ്ങൾ അങ്ങനെയാണോ വിചാരിക്കുന്നത്? ആരെങ്കിലും പിറകോട്ട് തിരിച്ചു പോകുന്ന പക്ഷം അല്ലാഹുവിന് ഒരു ദ്രോഹം അത് വരുത്തുകയില്ല. നന്ദി ചെയ്യുന്നവർക്ക് അല്ലാഹു ഉത്തമമായ പ്രതിഫലം നൽകുന്ന ആയത്തോതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികൾ ആ ആയത്തിന്റെ മുന്നിൽ വിനയാന്വിതരായി. സഹോദരന്മാരെ, അതാണ് വിശ്വാസികളുടെ പ്രചോദനം എന്ന് പറയും. ഈ വഫാത്ത് സംഭവിച്ച മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് റബീഉൽ അവ്വൽ 12-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴാണ് ജനിച്ചത്? ആശങ്കകളാണ്. റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ ആണ് എന്നാണ് അഭിപ്രായം. പക്ഷെ ഏതാണ് ഡേറ്റ് അതറിയില്ല. പലരും പല അഭിപ്രായമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വഫാത്തായ ദിവസം സഹാബികൾ ജീവിച്ചിരിക്കെ നേർക്കുനേരെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്. അത് റബീഉൽ അവ്വലിനായിരുന്നു, റബീഉൽ അവ്വൽ 12-നായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങൾ അത് സ്വാഭാവികമായി തിരിച്ചു പോകുന്ന എവിടത്തേക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് പൊളിഞ്ഞ ഈ ദിനത്തെ നമ്മൾ ആഘോഷിക്കുകയാണ്, ഇന്നത്തെ സമൂഹം ആഘോഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ളുഹാ സമയത്ത് ഘോഷയാത്രയും മുട്ടും പാട്ടും വഴിതടിയിലും പ്രയാസ സൃഷ്ടികളുമായി ആൾക്കാർ തെരുവിലാണ്. റസൂലിന്റെ മരണം സഹിക്കാനാവാതെ സഹാബികൾ ബോധരഹിതരായ ദിവസം ചിലർ നബിയില്ലാതെ മദീനയിൽ നിൽക്കാൻ കഴിയാത്ത പ്രയാസം പറഞ്ഞ് മദീന വിട്ടു പോയി കളഞ്ഞവർ. അങ്ങനെയുള്ളൊരു ദിവസം അതായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ആ പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണ് പല രൂപത്തിലെ കാട്ടിക്കൂട്ടലുകളും നമ്മുടെ സമൂഹത്തിൽ നടമാടുന്നു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഏറ്റവും വലിയ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്നത് പ്രവാചകനോ അനുജന്മാരോ പഠിപ്പിക്കാത്ത ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം വിട്ടുനിൽക്കുകയും പ്രവാചകന്റെ മരണത്തെ ഓർക്കേണ്ട ദിവസം സ്വയം മരണത്തിന് സന്നദ്ധനാകുന്ന ചിന്ത വെച്ച് പുലർത്തി വിശ്വാസികൾ ആ രൂപത്തിൽ മാറുകയുമാണ് ചെയ്യേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നടത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരെങ്കിലും തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹൻ, അവർ സൽപ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവന്റെ റബ്ബിൽ, അവന്റെ ഇബാദത്തിൽ ഒന്നിനെയും മാരിയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അവന്റെ ഇബാദത്തിൽ ഒരു തരത്തിലും ശിർക്ക് വെക്കാതിരിക്കട്ടെ, ഒന്നും പങ്കു ചേർക്കാതിരിക്കട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന അള്ളാഹുവിന്റെ അടിസ്ഥാനമായ പ്രഖ്യാപനം നമ്മുടെ മുന്നിലുണ്ട്. സഹോദരന്മാരെ, നബി സ്നേഹത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സമൂഹം കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെയാണ്? മൗലീദ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ഖുതുബയൊക്കെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചു റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലണം. എങ്ങനെയാണ് സലാത്ത് ചൊല്ലുന്നത്? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പലപ്പോഴും പല രൂപത്തിൽ, പല രീതിയിലുള്ള സഹാബികൾ പല രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്താണ്? സലാത്തു ഇബ്രാഹിമാണ്, നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൽ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.
കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹാശിഷസ്സുകൾ നൽകിയതുപോലെ മഹാനായ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ അനുഗ്രഹിക്കണമേ എന്നാണ്. ഇബ്രാഹിം നബിനെയും കുടുംബത്തിനെയും നീ എങ്ങനെയാണോ അനുഗ്രഹം നൽകിയത്, അതുപോലെ റസൂലുള്ളാഹിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും നീ അനുഗ്രഹിക്കണമേ എന്നാണ് സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉയരേണ്ട, നബിക്ക് അവകാശപ്പെട്ട സംഗതിയാണത്. നമ്മളിൽ നിന്ന്, റസൂലിന്റെ ഉമ്മത്തുകളിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവകാശപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് സലാത്ത്. എന്നാൽ സലാത്ത് എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പല രൂപത്തിലുള്ള മൗലീദുകൾ അതാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ പ്രചാരം കിട്ടിയ മൗലീദുകളുണ്ട്. ഇപ്പൊ ഷറഫുൽ അനാം മൗലീദ്, ആ മൗലീദിൽ എന്താ ഉള്ളത്? അബ്ദുക്കൽ മിസ്കീൻ യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബഷീർ യാ നസീർ. അത് ഈണത്തിൽ പാടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ സാധുവായ അടിമ അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുന്നു. അങ്ങയുടെ സാധുവായ അടിമ ആരോടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ അടിമയാണ് ഞാൻ, അങ്ങയുടെ മഹത്വത്തിൽ നിന്ന് ചോദിക്കുന്നു. സന്തോഷ വാർത്ത അറിയിക്കുന്നതിനും താക്കീതുകാരനുമായ നബിയെ, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ താങ്കളിലേക്ക് തിരിക്കുന്നു എന്നാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം. ഇബ്നു മറിയമിനെ, അതായത് ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദു, ഞാൻ നിശ്ചയം അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ പറയാ അല്ലാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണ് ഞാൻ. അവർ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ പ്രവാചകൻ. നമ്മളൊക്കെയും അല്ലാഹുവിന്റെ അടിമയാണ്. പക്ഷെ നമ്മളാരും പ്രവാചകന്മാരല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം പ്രവാചകനാണ്. എന്നാൽ നമ്മളൊക്കെയും ആരാണ്? നമ്മളൊക്കെ അടിമകളാണ്. നമ്മൾ ആരും ആരാധിക്കപ്പെടേണ്ടവരല്ല. ഒരു പ്രവാചകനും മഅബൂദല്ല, ആരാധിക്കപ്പെടേണ്ടവരല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ മഅബൂദല്ല. ആ രൂപത്തിൽ നിങ്ങൾ പറയുക. ഇവിടെ പറയുന്ന എന്താണ്? അങ്ങയുടെ അടിമയായ സാധുവായ എന്നെ അങ്ങയുടെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു. സഹോദരന്മാർ, എത്രയെത്ര വാക്കുകളാണ് നമുക്കറിയാം. അതേ മൗലിദ് തന്നെ കാണാം. സഈർ എന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ, സഈർ എന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ എന്നെ സഹായിക്കുകയും നരകത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യണമേ. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ, പ്രയാസഘട്ടങ്ങളിലെ സഹായവും അഭിയുമായവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുള്ള വിളിയാണ്. അതുപോലെ തന്നെ മൗലിദിലെ മറ്റൊരു വരിയാണ്, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദിൻ മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. നാളെ സൃഷ്ടികളുടെ മുഴുവൻ ജഹന്നം എന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നബിയെ, ആ നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ യാ അല്ലാഹ്. സൃഷ്ടികളെ മുഴുവനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നബിയെ, നരകത്തിൽ നിന്ന് അടിമയെ മോചിപ്പിക്കുന്ന റസൂലാണെന്ന് പറയുന്നത്. അള്ളാഹുവാണ് സ്വർഗ നരകങ്ങളുടെ നാഥൻ. സഹോദരന്മാരെ, അടിമകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ കടത്തുന്നതും മോചിപ്പിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞെന്താ? ലൻ യുദ്ഖില അഹദൻ അമലുൽ ജന്ന, ഒരാളുടെ പ്രവർത്തനം മൂലം അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇപ്പൊ സഹാബികൾ ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, താങ്കളും താങ്കളുടെ പ്രവർത്തനം മൂലം സ്വർഗത്തിൽ പ്രവേശിക്കില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും പ്രവേശിക്കില്ല, വല അന, ഞാനും പ്രവേശിക്കില്ല, ഇല്ലാ അൻ യതഹമ്മദനി അല്ലാഹു ബിഫളലി റഹ്മതി, അള്ളാഹുവിന്റെ ഔദാര്യം അനുഗ്രഹവും കൊണ്ടല്ലാതെ ഞാനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ച് സഹായം തേടുന്ന, പ്രാർത്ഥിക്കുന്ന വരികളാണ് ഇത്തരം മൗലിദികളിലേക്ക്. ഇപ്പൊ സുബ്ഹാന മൗലിദി കാണാം, അന്ത ഗഫാറുൽ ഖതായ വദുനൂബിൽ മുബികാത് അന്ത സത്താറുൽ മസാവീൻ. നബിയെ, താങ്കളാണ് വൻപാപങ്ങളും തെറ്റുകളും പൊറുക്കുന്നവൻ. താങ്കളാണ് വൻപാപങ്ങളും തെറ്റുകളും പൊറുക്കുന്നവൻ. താങ്കളാണ് അഖില ദോഷവും മൂടി വെക്കുന്നവൻ. താങ്കളാണ് അഖില ദോഷവും മൂടി വെക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? അതുപോലെ തന്നെ സലാം ബൈത്ത് എന്നൊരു ബൈത്തുണ്ട്. അസ്സലാമു അലൈക യാ മാഹി സുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. തെറ്റുകൾ മായ്ച്ചു കളയുന്ന നബിയെ താങ്കൾക്ക് സലാം. പ്രയാസങ്ങൾ നീക്കിത്തരുന്നവരെ താങ്കൾക്ക് സലാമാണ്. തെറ്റുകൾ മായ്ച്ച് കളയുന്ന നബിയെ താങ്കൾക്ക് സലാം. പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന നബിയെ താങ്കൾക്ക് സലാം. ശരിക്കും പറഞ്ഞ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നവൻ അല്ലാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്ക് പോലും വിശ്വസിച്ച സംഗതിയാണ്. അപ്പൊ ഇവിടെ നബിയോട് പറയാണ് താങ്കളാണ് പ്രയാസങ്ങൾ നീക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെ മുശ്രിക്കുകളെ വിശ്വാസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരമാലകൾ, പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ അവർ അഭിമുഖീകരിച്ചാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കും എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ നീക്കി തരുന്നവൻ അള്ളാഹു ആണെന്ന് അവർക്ക് പോലും വ്യക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പ്രയാസങ്ങൾ നീക്കി തരുന്നവൻ ആരാണെന്ന് അവർക്ക് വിളിക്കുന്നത്? അത് റസൂലാണെന്ന് അവർക്ക് വിളിക്കുക. ഇപ്പൊ നമ്മുടെ നാട് വീടുകളിലൊക്കെ കാണുന്ന മങ്കൂസ് മൗലീദ് അത് ശിർക്കിൽ നിന്ന് മുക്തമല്ല. യാ സയ്യിദ സാദാതി ജീതുക കാസിദ അർജു ഹിമാക ഫലാ തുഹയ്യബ് മഖ്സദി എന്ന് കാണാം. നേതാക്കന്മാരുടെ നേതാവേ, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ലക്ഷ്യം നേടുന്നതിൽ അങ്ങ് എന്നെ നിരാശപ്പെടുത്തരുത്. അതുപോലെ തന്നെ കാണാൻ എണ്ണമില്ലാത്ത പാപങ്ങൾ നിറഞ്ഞ വാഹനത്തിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. നേതാവായ നബിയെ, അങ്ങയോട് ഞാൻ എൻ്റെ ആദികൾ അർപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. സഹോദരന്മാർ, ഇങ്ങനെയുള്ള നിരവധി വരികൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? യുഗന്നാസേ, ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടക്കണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈകി 100 മറ. ഞാൻ ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അപ്പോൾ മൗലീദുകളുടെ വരികളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ച് പശ്ചാത്താപം ചോദിക്കുന്ന വരികളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും അതുപോലെ പ്രാവർത്തികമാക്കി ജീവിതത്തെ ധന്യമാക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക എന്ന്. ഒപ്പം ശിർക്കൻ വരികൾ ഉൾപ്പെട്ടുകൊണ്ട് നരകത്തിലേക്ക് വിട്ടുപോകുന്ന മഹാവിപത്തിനെ കുറിച്ച് നമ്മൾ ആശങ്ക പുലർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തെ വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, ഒരു തരത്തിലും പങ്കു ചേർക്കരുത്. ഈ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മഹാന്മാരെ വിളിക്കുക, അവരോട് സഹായം ചോദിക്കുക, അവരിൽ അഭയം കാണുക. അത് മഹാന്മാർ ആരാണ്? അത് നബിമാരാണ്, സിദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം വരികളെ കുറിച്ച് നമ്മൾ ആദ്യന്തം ഗൗരവമായി ചിന്തിക്കണം. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു തരില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, മറ്റെന്തും അവൻ ഉദ്ദേശിക്കുന്നവൻ പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ, അത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരത്തിലും പുറത്തു തരികയില്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിത്തം, വ്യാജമാണ് കെട്ടിച്ചമച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിർക്കിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം, ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കലായിരിക്കണം. ഇത്തരം ദിന സന്ദേശങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് ഓർത്ത്, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയിലേക്കുള്ള സൽപ്രവർത്തനങ്ങൾ നമ്മൾ മുഖരിതരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സഹായം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക. തൗഹീദിനെ കുറിച്ച് പഠിക്കുക, തൗഹീദ് ക്ലാസ്സിൽ പങ്കെടുക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചറിയാം. ഖുർആൻ ഉദ്ഘോഷിക്കുന്ന തൗഹീദിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അത് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുക. എല്ലാവിധ ശിർക്കൻ വിശ്വാസങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും മാറി നിന്നുകൊണ്ട് ജീവിക്കുക. വിദഗ്ധകൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, അനാചാരങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, പൊങ്ങച്ചങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, പലിശകൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. സിനിമ, സീരിയൽ, മ്യൂസിക്, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ
അതുപോലെ പോസ്റ്റ് വട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അള്ളാഹു എന്നിവയെ തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹു ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹു ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നൊരു ജീവിതം നമുക്ക് ധന്യമാക്കണമേ. അള്ളാഹുവെ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടബാധ്യതകൾ, എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥകൾ അള്ളാഹുവെ എന്നിവയൊക്കെ തൊട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മൾ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.